ഒരു വശത്ത് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും US പിന്തുണയോടെ നീങ്ങുന്ന വാണിജ്യ കപ്പലുകളും കടലിൽ വെച്ച് നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുകയും ഒന്നൊന്നായിട്ട് തകർന്നടിയുകയും ചെയ്യുകയാണ്. അമേരിക്ക നൽകിയ സുരക്ഷാ ഉറപ്പുകൾ വിശ്വസിച്ച് കടലിലിറങ്ങിയ സഖ്യകക്ഷികളുടെ കപ്പലുകൾ പോലും ഇന്ന് കടലിൽ കത്തിയമരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു കനത്ത പ്രഹരങ്ങൾക്കിടയിലാണ് യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെയും അതിലെ സൈനികരുടെയും അതീവ ദയനീയ അവസ്ഥ പുറത്തു വരുന്നത്. സ്വന്തം നാവികസേന യുദ്ധം കൊണ്ട് ആകെ പെട്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടമുള്ളത്. കടലിലെ ഈ ഒരു തകർച്ചയ്ക്ക് പുറമെ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെ മറ്റ് സൈനിക കേന്ദ്രങ്ങളുടെ അവസ്ഥയും അങ്ങേയറ്റം ഭീതിജനകമാണ്. നിരന്തരമായിട്ടുള്ള മിസൈൽ ഡ്രോൺ പ്രത്യാക്രമണങ്ങൾ കാരണം ഈ ഒരു സൈനിക താവളങ്ങളിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എണ്ണമറ്റ നാശനഷ്ടങ്ങളാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ ഇനി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അമേരിക്കൻ സൈന്യം ആയുധമില്ലാതെയും സാമ്പത്തികമില്ലാതെയും തകർന്നിരിക്കുന്നു എന്നതാണ് ഈ യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധശേഖരവും ഖജനാവും പൂർണ്ണമായും കാലിയായ അവസ്ഥയിൽ അങ്ങേയറ്റത്ത് തകർച്ചയുടെ ഘട്ടത്തിലാണ് US ഡിപ്ലോമസിയും സൈന്യവും എത്തി നിൽക്കുന്നത്. ഈ വലിയ സൈനിക പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഇറാൻ വിരുദ്ധ ദൗത്യത്തിനായിട്ട് അയച്ച USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. കഴിഞ്ഞ 208 ദിവസമായിട്ട് തുടർച്ചയായിട്ട് കടലിൽ കഴിയുന്ന കപ്പലിലെ 5000-ഓളം നാവികർ ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാതെ കടുത്ത പകർച്ചവ്യാധികളുടെ പിടിയിലാണ്. കപ്പലിലെ നാവികരുടെ സുരക്ഷയെ ചൊല്ലി സാന്റിയാഗോയിൽ വെച്ച് നടന്ന ടൗൺ ഹാൾ യോഗത്തിൽ നാവികസേന ഉദ്യോഗസ്ഥരും സൈനികരുടെ കുടുംബങ്ങളും തമ്മിൽ രൂക്ഷമായിട്ടുള്ള തർക്കമുണ്ടായ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സമുദ്രപാതകളിൽ അമേരിക്കയുടെ നാവിക ആധിപത്യം പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ സുരക്ഷാ വലയത്തെ പൂർണ്ണമായിട്ടും ഭേദിച്ചുകൊണ്ട് US യുദ്ധക്കപ്പലുകൾക്ക് നേരെയും അവർ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമേരിക്കയുടെ വാക്കുകേട്ട് കടലിലിറങ്ങിയ സഖ്യകക്ഷികളുടെ കപ്പലുകൾ പോലും കടലിൽ കത്തി അമരുന്ന സ്ഥിതിയാണ്. അതാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെ ചെങ്കടലിലെ ഹൂത്തികൾ ഈ പറയുന്ന സൗദി കപ്പലുകളെ ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം UAE കപ്പലുകളെ ആക്രമിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ് അമേരിക്കൻ ഭരണകൂടമുള്ളത്. അവരെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയ യുദ്ധക്കപ്പലുകൾക്ക് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം അവിടെ കുടിവെള്ളമില്ല, രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, ഫംഗസ് ഉണ്ടാവുന്നു, ഭക്ഷണമില്ല, ആകെ പ്രതിസന്ധി. ഇനി ഈ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ കപ്പലുകളും മാത്രമല്ലാതെ വാണിജ്യ കപ്പലുകൾ ഞങ്ങൾ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴി ചരക്ക് നീക്കിക്കോളൂ എന്ന് ട്രംപ് പറയുമ്പോൾ അതുവഴി അല്ലെങ്കിൽ ആ കാര്യം അനുസരിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ട് സൗദി അറേബ്യയുടെയും UAEയുടെയും കപ്പലുകൾ വരുമ്പോൾ അതിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുന്നു. അങ്ങനെ കപ്പലുകൾ കെട്ടിക്കിടക്കുന്നു, കപ്പലുകൾ പിന്തിരിഞ്ഞു പോകുന്നു, ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. കടലിലെ ഈ ഒരു തകർച്ചയ്ക്ക് പുറമെയാണ് യുദ്ധത്തിനായിട്ട് വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സൈനികരുടെ ആഭ്യന്തരമായിട്ടുള്ള ദയനീയമായിട്ടുള്ള അവസ്ഥ. ഇറാൻ വിരുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് സാന്റിയാഗോയിൽ നിന്നും അയച്ച USS എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞ 259 ദിവസത്തെ വിന്യാസമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 208 ദിവസമായിട്ട് കപ്പൽ തുടർച്ചയായിട്ട് കടലിൽ തന്നെ കഴിയേണ്ടി വന്നത് നാവികരെ കടുത്ത ശാരീരിക മാനസിക തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കപ്പലിനുള്ളിലെ ഈ ഒരു ദയനീയ സാഹചര്യങ്ങളെ കുറിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുടുംബത്തിലെ നാവികരുടെ കുടുംബങ്ങളും US നാവികസേന ഉദ്യോഗസ്ഥരും തമ്മിൽ നേവൽ എയർ സ്റ്റേഷനിൽ വെച്ച് നടന്ന അടച്ചിട്ട മുറിയിലെ തങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇനി കപ്പലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്ന നിലയിലാണ് എന്ന് കുടുംബാംഗങ്ങൾ യോഗത്തിൽ തുറന്നടിക്കുകയുണ്ടായി. ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമാണ്. ഷവറുകളിൽ പൂപ്പൽ നിറഞ്ഞ കപ്പലിലെ കുടിവെള്ള സംവിധാനം പൂർണ്ണമായും മലിനീകരിക്കപ്പെട്ടതായിട്ടും അവർ ആരോപിക്കുന്നുണ്ട്. വെന്റിലേഷൻ സംവിധാനങ്ങൾ തകർന്നതിനാൽ വായു സഞ്ചാരമില്ലാതെ കപ്പലിനുള്ളിൽ കടുത്ത പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള
ആക്രമണ ഭീഷണി ശക്തമായതിനാൽ നാവികർക്കായിട്ട് നാട്ടിൽ നിന്നും അയക്കുന്ന കെയർ പാക്കേജുകളും തപാലുകളും മാസങ്ങളായിട്ട് വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കൃത്യമായി ആശയവിനിമയം നടത്താൻ പോലും സാധിക്കാത്തത് സൈനികരുടെ മനോവീര്യം പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ഇനി ഭക്ഷണ സാധനങ്ങളുടെ വിതരണത്തിലുണ്ടായ കടുത്ത കുറവാണ് കപ്പലിനെ വലിയൊരു പട്ടിണിയിലേക്ക് നയിക്കുന്നത്. ബഹറിലെ US 5th ഫ്ലീറ്റിൽ നിന്നുമായിരുന്നു മുൻപ് കപ്പലിലേക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എത്തിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം കാരണം ഈ ഒരു വിതരണ ശൃംഖല പൂർണ്ണമായിട്ടും തകരുകയും കപ്പലിലേക്ക് എത്തുന്ന പച്ചക്കറികളും മറ്റു ഭക്ഷണ സാധനങ്ങളും ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാവുകയും ചെയ്തു. തങ്ങളുടെ മക്കൾ കപ്പലിൽ വെച്ച് തന്നെ പട്ടിണിയും രോഗം മൂലവും മരണപ്പെടുമോ എന്ന ഭയത്തിലാണ് ഒരുപറ്റം കുടുംബങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഈ കുടുംബങ്ങളുടെ ആവശ്യം ഈ പറയുന്ന കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് വെളിയിലെത്തിക്കാനാണ്. അത് സാധിക്കുന്നില്ല ട്രംപ് ഭരണകൂടത്തിന് എന്നതാണ് മറ്റൊരു കാര്യം. ട്രംപിന്റെ വൻ പരാജയമാണ് കാണാൻ സാധിക്കുന്നത്. സ്വന്തം സൈനികരെ സംരക്ഷിക്കാൻ US നേവിക്ക് സാധിക്കുന്നില്ല എന്ന കടുത്ത പബ്ലിക് പ്രതിഷേധമാണ് അമേരിക്കയ്ക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നത്. ട്രംപിന്റെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നിരപരാധികളായ സാധാരണക്കാരെ കൊല്ലുന്ന സൈനിക ദൗത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ തങ്ങളുടെ ഭർത്താക്കന്മാർ പങ്കെടുക്കുന്നതിൽ അഭിമാനിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ഒരു സ്ത്രീ യോഗത്തിൽ തുറന്നടിക്കുകയും ചെയ്തു. സ്വന്തം സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു യുദ്ധത്തിലാണ് ട്രംപ് ഭരണകൂടം അമേരിക്കയെ തള്ളിവിട്ടിരിക്കുന്നത്. കടലിലെ ഈ ഒരു പരാജയങ്ങൾക്ക് പുറമെ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെ മറ്റ് സൈനിക കേന്ദ്രങ്ങളുടെ അവസ്ഥയും കടുത്ത പ്രതിസന്ധിയിലാണ്. നിരന്തരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ കാരണം ഈ ഒരു കേന്ദ്രങ്ങളിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എണ്ണമറ്റ നാശനഷ്ടങ്ങളാണ്. തങ്ങളുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കാൻ പോലും അമേരിക്കയ്ക്ക് വലിയ വില നൽകേണ്ടി വരുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അമേരിക്കൻ സൈന്യം സാമ്പത്തികമായും സൈനികമായും തകർന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് ഡോളർ യുദ്ധത്തിനായിട്ട് ഒഴുക്കിയത് അല്ലെങ്കിൽ ആ വഴി അമേരിക്കയുടെ ഖജനാവ് കാലിയാകുന്നു. പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനോ എത്തിക്കാനോ ഉള്ള ശേഷി പോലും US-നില്ല. ട്രംപ് അങ്ങേയറ്റം തലകുനിച്ചിരിക്കുന്നു. മാത്രമല്ല അങ്ങേയറ്റത്തെ തകർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ ഇറാന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ അമേരിക്കൻ നാവികസേന ആകെ പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്ക ദശകങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ച സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യക്കുറിപ്പാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ആയുധബലവും സാമ്പത്തിക ശക്തിയും കൊണ്ട് ഏത് രാജ്യത്തെയും കീഴ്പ്പെടുത്താമെന്ന പെന്റഗണിന്റെ അഹങ്കാരത്തിനാണ് ഹോർമുസ് കടലിടുക്കിലും അറബിക്കടലിലും വെച്ച് ഇറാൻ ശക്തമായിട്ട് തിരിച്ചടി നൽകിയിരിക്കുന്നത്. സ്വന്തം യുദ്ധക്കപ്പലുകൾ തകരുകയും സൈനികർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കപ്പലുകൾക്കുള്ളിൽ പട്ടിണി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ട്രംപ് ഭരണകൂടം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വാളെടുത്തവൻ വാളാൽ എന്ന ബൈബിൾ വാക്യത്തിലെ അനർത്ഥ്യമാക്കുന്ന വിധം ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ നിയോഗിച്ച അല്ലെങ്കിൽ പ്രയോഗിച്ച ഉപരോധങ്ങൾ ഇന്ന് അമേരിക്കയുടെ തന്നെ നട്ടലൊടിക്കുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഈ പരാജയം കേവലം ഒരു നാവികസേന തകർച്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇത് അമേരിക്കൻ ഡിപ്ലോമസിയുടെയും ട്രംപ് വിദേശ നയങ്ങളുടെയും സമ്പൂർണ്ണ പരാജയമാണ്. ഇനി സ്വന്തം രാജ്യത്ത് വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പും ജനങ്ങൾക്കിടയിൽ പുകയുന്ന ഇന്ധന വിലക്കയറ്റത്തോടുള്ള അമർഷവും ട്രംപിനെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു വശത്ത് ഇറാന്റെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടപരിഹാരം, സൈനിക പിന്മാറ്റം അടക്കമുള്ള കടുത്ത നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്ന നാണക്കേട്, മറുവശത്ത് യുദ്ധം തുടർന്നാൽ ഉണ്ടാകുന്ന സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ച, ഈ രണ്ട് കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ പെട്ട് US ഭരണകൂടം ഇപ്പോൾ ശ്വാസം മുട്ടുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം എന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം തീരുമാനിക്കപ്പെടുന്ന ഒന്നല്ല എന്ന യാഥാർത്ഥ്യം ലോക രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം സൈന്യത്തിനുള്ളിൽ സൈനികരുടെ കുടുംബങ്ങളിൽ നിന്നും ഉയരുന്ന കടുത്ത ജനരോഷം ട്രംപിന് അവഗണിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ആണവ കരാർ എന്ന വാശി ഉപേക്ഷിച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടാൻ ഇറാന്റെ കാല് പിടിച്ചൊരു മാന്യമായിട്ടുള്ള പിന്മാറ്റത്തിന് ട്രംപ് ശ്രമിക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ പുതിയ ശക്തി സമവാക്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഇനി ഇറാൻ മാത്രമായിരിക്കും എന്ന് ഈ ഒരു യുദ്ധം അടിവരയിട്ട് പറയുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നതും.